ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ഇതവിടെ കൊടുത്താൽ മതി. ഇന്റർവ്യൂ ഞാൻ വിളിച്ചു പറഞ്ഞു. വലിയ ഉപകാരം. വരട്ടെ. വല്ല നടക്കോ? എവിടെന്ന് ആര്? സേതുരാമൻ സാറോ? നിങ്ങളൊന്ന് പുറത്ത് നിൽക്കണേ, ഞങ്ങൾക്ക് അല്പം സംസാരിക്കാനുണ്ട്. സാർ ഇരിക്കൂ. സത്യത്തിൽ 10 മണി മുതൽ സേതു സാറിനെ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അത് കാരണം 2-3 പ്രോഗ്രാം ഉണ്ടായത് ക്യാൻസൽ ചെയ്തു. കുടിക്കാൻ എന്താ? ചായ, കാപ്പി? ചാക്കോ വേണ്ട. താനിപ്പോ പഴയ തിരുവമ്പാടിയല്ലോ, വളരെ തിരക്കുള്ള മന്ത്രിയല്ലേ. സാറ് വന്നത് മെറൈൻ ഡ്രൈവിലെ ആ പ്ലോട്ടിന്റെ കാര്യം തനിക്ക് കൂടെ അറിയാവുന്നതല്ലേ. അവിടെയാണല്ലോ നമ്മളൊരു ഷോപ്പിംഗ് കോംപ്ലക്സും പിന്നെ ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യാൻ പറ്റിയ കേരള സ്റ്റൈൽ കുറെ കോട്ടേജുകളും പ്ലാൻ ചെയ്ത്. അത് തന്നെ. പക്ഷെ ആ പ്രോജക്ടിന്റെ പ്ലാൻ കഴിഞ്ഞ മിനിസ്ട്രിയുടെ കാലത്ത് 2 തവണ തള്ളിയതാണ്. അത് നമ്മൾ ഉടനെ സാങ്ഷൻ ആക്കി എടുക്കണം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എന്റെ പ്ലോട്ടിന്റെ അടുത്തുള്ള ആ ചേരി ഉടനെ ഒഴിപ്പിച്ചു കിട്ടണം. നല്ല കണ്ണായ സ്ഥലമാണ്. സെന്റിന് 20 ലക്ഷം രൂപ വരെ അവിടെ വിലയുണ്ട്. താനെന്ത് പറയുന്നു? സാറ് വന്ന് എന്തു പറഞ്ഞാലും ഒരക്ഷരം എതിര് പറയാതെ അത് നടത്തിത്തരാൻ കടപ്പെട്ടവനാണ് ഞാൻ. പക്ഷേ ഞാനൊരു ക്ലീൻ ഇമേജ് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. പറയുന്നതുകൊണ്ട് സാറിന് വിഷമം തോന്നരുത്. 2 തവണ റിജക്ട് ചെയ്ത പ്ലാൻ വീണ്ടും തിരികെ കയറ്റി സാങ്ഷൻ ആക്കാന്നൊക്കെ പറഞ്ഞ എന്നെ സംബന്ധിച്ചിടത്തോളം അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ ആ ചേരി അതവിടുന്ന് പൊളിച്ചു മാറ്റുകയെന്ന് പറഞ്ഞ അതെന്റെ വോട്ട് ബാങ്കാണ്. അവരെ പിണക്കിയാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞാൻ തെണ്ടേണ്ടി വരും. ഇനിയും കൂടുതൽ ചേരികൾ എങ്ങനെ സൃഷ്ടിക്കാമെന്നതിനെ കുറിച്ചാ എന്റെ പാർട്ടി ഞാനും ആലോചിക്കുന്നത്. അതൊക്കെ പാർട്ടി പ്രശ്നങ്ങളാ. പിന്നെ പേഴ്സണലായിട്ട് പറഞ്ഞാൽ എന്റെ ഇന്നത്തെ പൊസിഷൻ, ഇമേജ് അതൊക്കെ പണയപ്പെടുത്തി എന്തെങ്കിലും ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എടോ തിരുവമ്പാടി, നിന്റെ ഇന്നത്തെ പൊസിഷൻ, ഇമേജ് ഇതൊക്കെ തനിക്ക് എവിടെ നിന്ന് കിട്ടി? ഒരു സുപ്രഭാതത്തിൽ ആകാശത്ത് നിന്നും പൊട്ടി വീണതാണോ? നിന്റെ പാർട്ടിക്കാർ നിന്നെ കറിവേപ്പല പോലെ വലിച്ചെറിഞ്ഞപ്പോൾ ലക്ഷങ്ങൾ വീശി എറിഞ്ഞ് നിന്നെ എവിടെ എത്തിച്ചത് ഈ സേതുരാമയ്യര. അത് നീ മറക്കരുത്. സാറിനെ മറന്നുകൊണ്ട് സംസാരിച്ചതല്ല ഞാൻ. എന്റെ നിലനിൽപ്പ് ഞാൻ നോക്കിയില്ലേ പറ്റൂ. നിന്റെ നിലനിൽപ്പ് ഈ സേതുരാമയ്യർക്ക് നിന്റെ മന്ത്രി കസേരയിൽ എഴുതാൻ അറിയാമെങ്കിൽ അതിൽ നിറക്കാനും അറിയാം. സേതുരാമയ്യരുടെ ഈ ചിരിക്കുന്ന മുഖം മാത്രമേ നീ കണ്ടിട്ടുള്ളൂ. സേതുരാമയ്യർ ആരാണെന്ന് നീ മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. അച്ചൂട്ടി ഒന്ന് വീശിക്കോ? വേണ്ട, ഞാൻ അതൊക്കെ നിർത്തി. അച്ചൂട്ടി, നമ്മൾ തമ്മിലുള്ള പിണക്കമൊക്കെ എങ്ങ് കളയണം. എനിക്ക് വേണ്ടി നീ ഒരുപാട് സഹായങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. അതൊന്നും ഞാൻ മറക്കില്ല. ഇത് പറയാനാണോ സേതുരാമൻ മുതലാളി എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്? കാര്യം തുറന്നു പറയാലോ. ഇട്ടിച്ച മുതലാളിക്ക് നേരിട്ട് പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാ. നിന്റെ വീട്ടിലൊരു പെൺകുട്ടിയെ താമസിപ്പിച്ചിട്ടുണ്ടെന്ന് കേട്ടു. അവളെ കുറിച്ച് അറിയാനാ നിന്നെ കൂടി വിളിപ്പിച്ചത്. 1000 രൂപയുണ്ട്. ഇന്ന് രാത്രി അവളെ നീ എന്റെ ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുവരണം. 1000 രൂപയോ? പോരെങ്കിൽ നീ പറ. 5000 രൂപയുണ്ട്. മതിയാ? നിനക്ക് ഞാൻ 5100 രൂപ തരാം. ഇന്ന് രാത്രി നിന്റെ ഭാര്യ എന്റെ വീട്ടിലെത്തിക്കാവോ? ഞാൻ പറഞ്ഞപ്പോ നിനക്ക് നൊന്തു അല്ലേ? ദേ അച്ചൂട്ടിയെല്ലാം നിർത്തിയിരിക്കുക. എല്ലാം കാണായിരുന്നു. നീ അവിടെ നിന്നേ. ഇട്ടിച്ചൻ പറഞ്ഞത് നീ കാര്യമാക്കണ്ട. നിന്റെ ഭാര്യയാണെന്ന് അറിയാതെ പറഞ്ഞതല്ലേ? അതെ, നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ വിളിപ്പിച്ചത്. നീ വന്നേ. നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളൂ. വർഗീസ് തിരുവമ്പാടി, ആ പേരിന് പോലും അവൻ എന്നോട് കടപ്പെട്ടിരിക്കുന്നു. ഏതോ പൂഞ്ഞാറിലോ കരിങ്ങാൻ തുരുത്തിയിലോ കിടന്ന ഒരു മണ്ണുണ്ണിയെ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി വരെ ആക്കിയതിന്റെ പിന്നിൽ സേതുരാമയ്യരുടെ ബ്രെയിനായിരുന്നു. ഇപ്പോ അവനെല്ലാം മറന്നിരിക്കുന്നു. പക്ഷേ കഴിഞ്ഞതൊന്നും അത്ര പെട്ടെന്ന് മറക്കാൻ ഈ സേതുരാമയ്യർക്ക് കഴിയില്ല. വരുന്ന 13-ാം തീയതി അവിശ്വാസ പ്രമേയമാണ്. തിരുവമ്പാടിയുടെ 2 MLA-മാരെ 2 ദിവസത്തിനകം നീ ഇവിടെ എത്തിക്കണം. അവന്റെ മന്ത്രി കസേര അതൊടിഞ്ഞു വീഴുന്നത്
എനിക്ക് കാണണം. സിന്ധു 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 ഉറങ്ങായിരുന്നു. എന്നോട് ദേഷ്യപ്പെട്ടിരിക്കുക? ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം. അവിടെ ഇരിക്കേ. എവിടെയായിരുന്നു ഇതുവരെ? ഞാൻ ഇവിടെ ഒറ്റയ്ക്കാന്ന് അച്ചേട്ടൻ അറിയില്ലേ? അതാണോ? ദേ ഇത് പിടിക്കേ, എന്നിട്ട് എത്രയുണ്ടെന്ന് എണ്ണി നോക്ക്. പിടിക്കുന്നേ. ആരുടെ ജീവന്റെ വിലയായത്? ഇതുവരെ ഞാൻ ആരെയും കൊന്നിട്ടില്ല. അതിന്റെ പേരിൽ ഒരു ചില്ലിക്കാശ് വാങ്ങിയിട്ടുമില്ല. മനസ്സിൽ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ലായിരുന്നു. ഇപ്പോ ജീവിക്കണമെന്നൊരു തോന്നൽ. ദൂരെ എവിടെയെങ്കിലും പോയി കുറച്ച് സ്ഥലം വാങ്ങണം. എന്നിട്ടതിൽ ചെറിയൊരു വീടുണ്ടാക്കണം. അവിടെ നീയും നമ്മുടെ കുഞ്ഞും പിന്നെ ഞാനും. എന്താ? വേണം, എല്ലാം വേണം. പക്ഷെ അതൊക്കെ നേരായ മാർഗത്തിലൂടെ സമ്പാദിച്ച പണം കൊണ്ടായിരിക്കണം. അച്ചേട്ടന്റെ കയ്യിൽ നോട്ടുകെട്ടുകൾ കാണുന്നത് തന്നെ എനിക്ക് പേടിയാ. ഓരോ സ്ത്രീകളും അവരുടെ ഭർത്താക്കന്മാര് രാവിലെ ജോലിക്ക് പോകുമ്പോ വൈകുന്നേരം തിരിച്ചു വരും എന്ന് ഉറപ്പോടെയാ കാത്തിരിക്കുന്നത്. പക്ഷെ അച്ചേട്ടൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയാൽ തിരിച്ചു വരുന്നുള്ളതിന് എനിക്കെന്താ ഒരു ഉറപ്പ്? വേറെ എന്തെല്ലാം ജോലികളുണ്ട് ഈ നാട്ടിൽ. എന്ത് ജോലിയും ചെയ്യാനുള്ള ആരോഗ്യം എന്റെ അച്ചേട്ടനുണ്ടല്ലോ. എന്നെയും എന്റെ വയറ്റിൽ വളരുന്ന നമ്മുടെ കുഞ്ഞിനെയും ഓർത്ത് ഇനി ഇങ്ങനെയുള്ള ജോലിക്കൊന്നും പോകരുത്. എല്ലാം അവസാനിപ്പിക്കണം, എല്ലാം. നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് അവനെ നന്നായി വളർത്തണം, വലിയവനാക്കണം. ഇനി ഇതിനൊന്നും പോവില്ലെന്ന് എന്നോട് സത്യം ചെയ്. എല്ലാം ഇന്നോടെ നിർത്തിയെന്ന് സത്യം ചെയ്. ഒരു കൈ സഹായിച്ചേ. മതിയോ? ഈ കൈ മതി. ഈ കൈ പണിയെടുക്കടാ. ഉസ്താദ് ഈ പണി ഇങ്ങനെ പോയി നമ്മുടെ ഓയിൽ സീൽ തള്ളിട്ടോ. എടാ ഇതൊക്കെ ആദ്യം ബുദ്ധിമുട്ടായിട്ട് തോന്നുക, പിന്നെ പരിചയമായിക്കോളും. അതിനാള് ജീവിച്ചിരുന്നിട്ട് വേണ്ട പരിചയം. എന്തിനാ അത് പൊക്കണേ? അതവിടെ നോട്ടേ. എന്താ എടുക്കണ വലിയ കാര്യം. ഞാൻ പൊക്കും. ഞാൻ പൊക്കാൻ പറ്റില്ല. അതെ, ഒന്ന് വേഗം കൊണ്ടുപോവാ. വിശന്ന് കുടല് കരിയുന്നു. എന്തൊരു ധൃതിയായത്. എല്ലാം റെഡി. എല്ലാം റെഡിയാണ്. എന്തോന്ന്? അച്ചേട്ടാ, അപ്പോഴേക്കും തുടങ്ങിയോ? കൊണ്ട, ഞാൻ വിളമ്പി തരാം. നീ ഇരിക്കെ. അച്ചേട്ടൻ കഴിക്കേ, എന്നിട്ട് ഞാൻ കഴിക്കാം. മതി മതി, നീ ഇവിടെ ഇരിക്കെ. സാമ്പാർ മതി. എന്താ? ഒന്നുമില്ല. എന്താ ചേട്ടാ? ഒന്നുമില്ല. നോക്കട്ടെ. ഒന്നുമില്ലെന്ന് പറഞ്ഞു. നോക്കട്ടെ, കാണിക്ക്. ചെയ്ത് ശീലമില്ലാത്ത പണിയായതുകൊണ്ടാ. എല്ലാം ഞാൻ കാരണമല്ലേ? വേണ്ട, ഇനി അച്ചേട്ടൻ ഈ ജോലിക്ക് പോണ്ട. ഏയ് അതൊന്നും സാരമില്ലെന്നേ. എന്തൊക്കെ പറഞ്ഞാലും അധ്വാനിച്ച് ജീവിക്കാന്നൊക്കെ പറഞ്ഞ അതൊരു സുഖ. അത് മറ്റാർക്കും വേണ്ടിയല്ലോ, നമുക്ക് വേണ്ടിയല്ലേ. സിന്ധു ദാ വരുന്നു. വേഗം കൊണ്ടുപോവാ, സമയം പോയി.
വരട്ടെ. ഉം. ദേ പിന്നെ പകല് പോത്തിനെ പോലെ ഉറങ്ങിക്കരുത്. ദേ വലിയ പണി എനിക്കൊന്നുമില്ല. സിന്ധു അല്ലേ? നീയാണല്ലേ ഇവന്റെ ജീവിതം മാറ്റിയെടുത്തത്? കൊള്ളാം. നാളെയാ അവിശ്വാസ പ്രമേയം. ഇന്ന് തന്നെ MLA-മാരെ പൊക്കിയില്ലേ, പ്രശ്നം വഷളാകും. ഉം. ഇതാ എന്താ ഇത്? ഞാൻ വാങ്ങിച്ച കാശ് ഇന്ന് അവിടെ എത്തിക്കണം വിചാരിച്ചതാ. ഞാനെല്ലാം നിർത്തി. നിർത്തിയോ? കാശ് വാങ്ങുമ്പോൾ അത് പറഞ്ഞില്ലല്ലോ. അപ്പൊ വാങ്ങാൻ തോന്നി, ഇപ്പൊ തോന്നി വേണ്ടെന്ന്. ഇനി മുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും എന്നെ വിളിക്കരുത്. അച്ചൂട്ടി എന്താ പുണ്യാളനാകാൻ പോവുക? ഒരു ഗുണ്ട എത്ര നല്ലവനായി ജീവിക്കാൻ ശ്രമിച്ചാലും ഗുണ്ടയായിട്ട് മാത്രമേ അവൻ ഈ ലോകം കാണൂ. മനസ്സിലായോ? ലോകം അത് കുറെ കണ്ടവനായി അച്ചൂട്ടി. ഞാൻ എന്ത് ചെയ്യണം, എങ്ങനെ ജീവിക്കണമെന്ന് എന്നെ ആരും പഠിപ്പിക്കണ്ട. മനസ്സിലായോ? സേതുരാമയ്യർ ആരെയും ഒന്നിനും നിർബന്ധിക്കാറില്ല. നിന്റെ മാറ്റം, പുതിയ ജീവിതം, സർവേശ്വരൻ നിന്നെ അനുഗ്രഹിക്കട്ടെ. കുളിച്ച നന്നായി തോർത്തണമെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞാലും കേക്കില്ല. ഇവിടെ ഇരുന്നേ, ഇരിക്കെ. മതി ഇരിക്കാൻ. എന്താ അച്ചോട്ടാ ഇത്? ഞാൻ എന്റെ മോനെ മുമ്പ് വെച്ചതല്ലേ. ദേ അച്ചോട്ടാ, കുറച്ച് കൂടുന്നുണ്ട്. അത് ശരി. ആ അതെ, ശാന്തയെടുത്ത് ഗുരുവായൂർക്ക് ഒരു നേർച്ച നേർന്നിട്ടുണ്ട്. നേർച്ച? നമ്മുടെ കുഞ്ഞിന്റെ ചോറൂണ് ഗുരുവായൂർ വെച്ച് നടത്തണമെന്ന്. നടത്തിക്കളയാ? ആ പിന്നെ ഒരു കാര്യം ചെയ്യാം. 2 ദിവസം മുമ്പേ നമുക്ക് ഗുരുവായൂർക്ക് പോവാം. അതെന്തിനാ? അല്ല, കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ ഇതുവരെ എങ്ങും പോയില്ലല്ലോ. നമ്മുടെ കുഞ്ഞിന്റെ ചോറൂണ് മാത്രമായിരിക്കില്ലെന്ന്. നീയും നമ്മുടെ മോനും ഞാനും ഒക്കെ കൂടിയുള്ള ഒരു മധുവിധു യാത്ര. അച്ചോട്ടിന്റെ ഒരു കാര്യം, കുഞ്ഞിനെയും കൊണ്ടാണോ മധുവിധു യാത്ര? എന്താ കുഴപ്പം? ഇവിടെ ആരും ഇല്ലേ? ആരും വിളിക്കുന്നു. മോളു, നാളെ മോളുടെ ചോറൂണാ, അതിന് ക്ഷണിക്കാൻ വന്നതാ. ഇവിടെ ഇല്ലേ? ഉണ്ട്, വാ. ഞാനിപ്പോ വരാവേ. അച്ചോട്ടാ, മോളുടെ ചോറൂണ നാളെ. നിങ്ങൾ രണ്ടുപേരും കൂടി വരണം. നിന്റെ ഈ കൈ ഒടിഞ്ഞു പോകത്തേ ഉള്ളൂ ദുഷ്ട. എന്താ വരില്ലേ? ദേ, വന്നില്ലെങ്കി നിങ്ങളുടെ കൊച്ചിന് ചോറൂണിന് ഞങ്ങളും വരില്ല കേട്ടോ. വരട്ടെ. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ചായ? അയ്യോ വേണ്ട, ഇനിയും 2-3 വീടുകൾ ക്ഷണിക്കാനുണ്ട്, പിന്നീടാവാം. ശരി. അച്ചോട്ടാ, സിന്ധു, അയ്യോ എന്തായി കാണിക്കുന്നേ? നിന്റെ തലയിൽ ഇടുത്തി വീഴും, ലോറി ഇടിച്ച് ചാകും, തെമ്മാടി, തെണ്ടി എന്നൊക്കെ പറഞ്ഞ് എന്നെ ശപിച്ചിട്ടുള്ളവർ ഇന്ന് എന്നെ വന്ന് അവരുടെ വീടുകളിലേക്ക് ക്ഷണിക്കുന്നത് കാണുമ്പോ എനിക്ക് സിന്ധു, നീ എന്റെ ജീവിതത്തിലേക്ക് കയറി വന്നോടെ എല്ലാവരും എന്നെ ഒരു മനുഷ്യനായി കാണാൻ തുടങ്ങിയത്. എന്റെ ഈ ജന്മം മുഴുവനും നിന്നോട് ഞാൻ കടപ്പെട്ടിരിക്കുക. എന്താ അച്ചോട്ടാ ഇത്? കൊച്ചുകുട്ടികളെ പോലെ.